കേട്ടിട്ടുണ്ടോ പ്രണയിനിയെ തിന്നുമൊരു പ്രണയം? അയാൾക്ക് അവളോട് അത്രമാത്രം പ്രേമമുണ്ടായിരുന്നു. അവളോടുള്ള പ്രണയത്തെ ജീവിക്കാനുള്ള ഉപാധിയായി കാണുന്ന ഒരു കാമുകനാണ് അയാൾ. അയാൾക്ക് ഭ്രാന്ത് തോന്നിയ പെണ്ണിൻ്റെ പേര് ഏഞ്ചൽ മേരി സ്വിഫ്റ്റ്. അവളെ സ്വന്തമാക്കാൻ അയാൾ കടന്നുപോയ സങ്കടങ്ങളുടെയും ഭയത്തിൻ്റെയും ഭ്രാന്തിൻ്റെയും എല്ലാത്തരം കഷ്ടപ്പാടുകളുടെയും 100 ദിവസമാണ് ഈ നോവൽ. എം മുകുന്ദൻ്റെ ആദ്യത്തെ മുഴുനീള പ്രണയ നോവൽ. പ്രണയിനിയെ തിന്നുന്ന പ്രണയം. എം മുകുന്ദൻ്റെ ഈ പുസ്തകം അത്തരത്തിലുള്ള പുസ്തകമാണ്. എം മുകുന്ദൻ്റെ ഏറെ വ്യത്യസ്തമായ ഒരു നോവലാണ് ഇതെന്ന് പറയാനാവും. എന്നും വ്യത്യസ്തതയുള്ള നോവൽ മലയാളികൾക്ക് സമ്മാനിക്കുന്ന എഴുത്തുകാരനാണ് എം മുകുന്ദൻ. കാലത്തിനപ്പുറം അല്ലെങ്കിൽ കാലത്തിനും അതീതമായി സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് എന്നും സാധിച്ചിട്ടുണ്ട്. പുതിയ തലമുറയിലെ പ്രണയത്തെ, കാമുകനെ, കാമുകിയെ, അവരുടെ വേഷങ്ങളെ, അവരുടെ ഭാഷകളെ, അവരുടെ ചിന്തകളെ, അവരുടെ തലച്ചോറിൽ നിന്ന്, അങ്ങനെ പറയുന്നതാണ് നല്ലത്, ഹൃദയത്തിൽ നിന്നല്ല, തലച്ചോറിൽ നിന്ന് എഴുതി ഒപ്പിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തെ മനോഹരമാക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ വായനാ അനുഭവം നൽകുന്ന ഈ പുസ്തകം, ഇതിൽ നായകൻ പറയുന്നത് പോലെ അയാൾക്ക് പ്രണയം മാംസനിബിഡം കൂടിയാണ്. ഒരുപക്ഷെ ഏറ്റവും സ്വാഭാവികമായ വിലയിരുത്തൽ കൂടിയാണിത്. അത്തരത്തിൽ പ്രണയത്തെ രേഖപ്പെടുത്തുകയാണ് ഈ പുസ്തകം ചെയ്യുന്നത്. തീർച്ചയായും മികച്ച വായന നൽകുന്നൊരു പുസ്തകം, വ്യത്യസ്തതയുള്ള പുസ്തകം എന്ന് തന്നെ വിശേഷിപ്പിക്കാം എം മുകുന്ദൻ്റെ ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം. തീർച്ചയായും വായിക്കുക.